ബിഗ് ബോസ് മലയാളം സീസൺ 7. ഈ സീസണിൽ ഇപ്പോൾ 16 എപ്പിസോഡുകൾ കഴിഞ്ഞു. വീക്കെൻഡിൽ ലാലേട്ടൻ വന്നു പോയതിന് ശേഷം പലരുടെയും ഗെയിമുകൾ മാറിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് നോമിനേഷനിലും ആ ഒരു ചേഞ്ച് കാണാൻ പറ്റി. എപ്പിസോഡ് തുടങ്ങുന്നത് കിച്ചൺ ടീമിലായിരുന്നിട്ട് കൂടി ഒരു ഓറഞ്ച് പോലും എടുക്കാൻ പറ്റാത്ത നിവിനെ കണ്ടുകൊണ്ടാണ്. പിന്നെ ആര്യനും അനുവും ചേർന്നിട്ട് ആര്യന്റെ തലയിൽ ഒരു കവറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരുടെ അടുത്തൊരു കോമഡി ഐറ്റം ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷെ എല്ലാവരും കൂടെ അത് കംപ്ലീറ്റ് അവഗണിച്ച് അവരെ തന്നെ കളിയാക്കി വിടുകയാണ് ചെയ്തത്. പിന്നീട് അനുമോളൊരു ലവ് ട്രാക്ക് പിടിക്കുന്നതിനെ പറ്റി ആദിലയും അനുവും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അനുമോൾക്ക് ലവ് ട്രാക്ക് പിടിക്കാൻ പറ്റിയ ആരുമില്ല എന്നൊക്കെയാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. വേറൊരാളുണ്ട് എന്ന രീതിയിൽ ആദില പറയുന്നുണ്ട്. എന്തായാലും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. നിങ്ങൾക്കത് അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ശാരികയുടെ ആ ഒരു ഹോട്ട് സീറ്റ് പരിപാടി എൻ്റെ പൊന്നോ എന്ത് ബോറിംഗ് ആണ്. അത് ഇത്തവണ നടത്തിയത് സരികയായിട്ടാണ്. പുറത്ത് തന്നെ പലർക്കും അത് വർക്കാവാത്തൊരു ഐറ്റാണ്. ഇപ്പം അത് ഹൗസിൻ്റെ അകത്തൊരു സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു. ആ ഹോട്ട് സീറ്റിൽ കുറച്ച് ഹോട്ട് ചോദ്യങ്ങൾ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവരതിനകത്ത് ആഫ്റ്റർ ബിഗ് ബോസ് എന്നുള്ള രീതിയിലാണ് ചർച്ച ചെയ്തത്. സരിക മറ്റുള്ളവരെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നു. അത് അപ്പം കേട്ടുകൊണ്ടിരുന്നെങ്കിലും പിന്നീട് അത് സരികയ്ക്ക് ബുദ്ധിമുട്ടായി മാറി. പിന്നീട് ഒരു ഘട്ടത്തിൽ സരിക ഇതെല്ലാവരുടെ അടുത്ത് വിളിച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ടിനെ പറ്റിയെല്ലാം പറഞ്ഞു. പിന്നീട് രണ്ടുപേരും ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ വീട്ടുകാരോട് ക്ഷമ ചോദിക്കുകയും ശാരിക സങ്കടപ്പെടുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് പിന്നെ അനുവും റെനയും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. കിച്ചണിൽ ചൊറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് റെന അവിടെ ചെന്നേക്കുന്നത്. അനുവിന് നല്ല ബോധ്യപ്പെടുകയും ചെയ്തു. അനുവും തിരിച്ച് റിയാക്ട് ചെയ്യാൻ നോക്കി. പലരും അതിനകത്ത് ഇടപെടുന്നുണ്ട്. ആ കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും കിച്ചൻ്റെ അകത്തേക്ക് കയറണ്ട, പുറത്തുനിന്ന് സംസാരിക്കാൻ പാടില്ലേ എന്നുള്ള രീതിയിൽ ഒരു പക്ഷം പറയുന്നുണ്ട്. അങ്ങനെ റെന കണ്ടിന്യൂസ് ആയിട്ട് അനുവിനെ ഇറിറ്റേറ്റ് ചെയ്യിച്ചുകൊണ്ടേയിരുന്നു. അനു റെനയോട് പറഞ്ഞു പെൺകുട്ടി ആയതുകൊണ്ട് റെനയ്ക്ക് പുറത്ത് വെറുപ്പ് സമ്പാദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതാവില്ല എന്ന്. അനു ഉദ്ദേശിച്ചതാണ് പ്രായത്തിന് മൂത്തവരെ റെസ്പെക്ട് ചെയ്യണം, അവർ പറയണത് കേൾക്കണം. ഒരുപക്ഷെ അനു ആ ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത്. റെസ്പെക്ട് അങ്ങനെ പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല എന്നൊക്കെ റെന അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല അനു ഉദ്ദേശിക്കുന്ന ഒരുപക്ഷെ മറ്റുള്ളവർ കാണുകയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ല കുട്ടി എന്ന പേര് നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു മരിക്കുക എന്നുള്ളൊരു സംഭവമൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയെന്ന് വരില്ല. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. സ്വന്തമായിട്ട് അവരുടെ വഴി തിരഞ്ഞെടുത്ത് അവർ ജീവിക്കുകയാണ്. അതുമാത്രമല്ല പ്രീ ഡിഫൈൻഡ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതേ ജീവിത രീതി തന്നെ ഫോളോ ചെയ്ത് മുമ്പോട്ട് ജീവിച്ച് തീർക്കുക എന്നുള്ളതൊന്നും അല്ല ഇന്നത്തെ തലമുറയുടെ ഒരു രീതി. അതായത് അനുമോളൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് കണ്ടുവച്ചിരിക്കുന്ന ആ ഒരു ജീവിത രീതിയുടെ പുറത്ത് നടന്നു കഴിഞ്ഞാൽ അതെല്ലാം ഒരു സദാചാര കണ്ണിലൂടെ കാണാൻ പറ്റുള്ളൂ. അനു ബോധപൂർവ്വം അതൊന്നും പറഞ്ഞില്ലെങ്കിലും അനുവിലൂടെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം സദാചാരം പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഹൈപ്പാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇനി അനുവിന് സപ്പോർട്ട് കൂടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പാനിയായിട്ടുള്ള ഒരു ഇൻസിഡന്റിലും അനു ചെയ്തിരിക്കുന്നത് ഇതേ സെയിം കാര്യം തന്നെയാണ്. ഉള്ളിലുള്ളത് തന്നെ പുറത്തേക്ക് വന്നു പോകും. ഏതായാലും റെന അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ചപ്പാത്തി കള്ളി എന്ന് അനുവിനെ വിളിക്കുന്നു. അനു കരച്ചിലേക്ക് പോകാൻ പോയിട്ട് വീണ്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. റെന ഈ ചെയ്യുന്നത് കണ്ടിട്ട് വീട്ടിലുള്ളവരുടെ സംസ്കാരം എന്താണെന്ന് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ അപ്പനമ്മ പരിപാടിയൊക്കെ പറയും. ഈ ഒരു വഴക്കിന് ശേഷം ജിസേലിൻ്റെ അടുത്ത് പോയിട്ട് റെന സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സംഭവത്തിന് ശേഷം റെനയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുവിന് എന്തായാലും പുറത്ത് പോസിറ്റീവ് ആണെന്നുള്ളതാണ്. അനുവിന് എന്തായാലും PR ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ റെന ഇതുപോലെ പറയുമ്പോൾ നെഗറ്റീവ് ആവും എന്നും റെന പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് ആയാലും സാരമില്ല, പറയാനുള്ളത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ പിന്നെ പോയി കഴിഞ്ഞിട്ട് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമാവും എന്ന് പറഞ്ഞിട്ടാണ് റെന അനുവിൻ്റെ അടുത്ത് ഈ കളി മുഴുവൻ കളിക്കുന്നത്. ഏതായാലും ഈ ആഴ്ച കഴിയുമ്പോൾ അറിയാം റെന അവിടെ നിൽക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അതിനുശേഷം നോമിനേഷൻ ആയിരുന്നു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഇത്രയും കാരണങ്ങളിലൂടെ ഇത്തവണ 9 പേര് നോമിനേറ്റ് ആയിട്ടുണ്ട്. നോമിനേറ്റഡ് ആയവരിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ നോമിനേറ്റ് ആവാതെ വന്നവരുടെ കാര്യത്തിൽ അത്ഭുതപ്പെടാനുള്ള കാര്യമുണ്ട്. പിന്നെ ആദ്യം നോമിനേറ്റ് ആയവരാരൊക്കെയാണെന്ന് നോക്കാം. സരിക, റെന, ഷാനവാസ് ഇവർക്ക് 2 നോമിനേഷൻ വീതമാണ് കിട്ടിയത്. അനുമോള്, അക്ബർ, ഒനിൽ ഇവർക്ക് 3 നോമിനേഷൻസ് കിട്ടി. 4 നോമിനേഷൻസ് കിട്ടിയത് ശരത്തിനും ശൈത്യക്കുമാണ്. ഏറ്റവും കൂടുതൽ നോമിനേഷൻ, അതായത് 5 പേര് നോമിനേറ്റ് ചെയ്തത് ശാരികയാണ്. ഇതിനകത്തൊരു 3 പേരുടെ കാര്യമാണ് ഏറ്റവും പുറകിലായിട്ട് നിൽക്കുന്നത്. ശാരികയുണ്ട്, ശൈത്യമുണ്ട്, സരികയുണ്ട്. ഇവരുടെ 3 പേരുടെയും ഗെയിം അത്ര ആക്റ്റീവ് ഒന്നും അല്ല. ഒനിയിലും റെനയൊക്കെ ഈ ആഴ്ച എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുകളിലേക്ക് കയറി വരാൻ പറ്റും. ഇത്തവണ നോമിനേഷനിൽ വരാത്തവരാണ് അടിപൊളി. പേര് കേട്ടോ: ആദില നൂറ, നെവിൻ, അനീഷ്, ജിസൈല്, ബിന്നി, അഭിലാഷ്, രേണു. അത്ഭുതപ്പെടുത്തിയത് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് അനീഷിനെ ഒരാൾ പോലും നോമിനേറ്റ് ചെയ്തില്ല. അനീഷ് ഞെട്ടിയിട്ടുണ്ട്. ഏതായാലും എല്ലാവരും കളി മാറ്റി പിടിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അനീഷിനെ ഒരാൾ പോലും നോമിനേറ്റ് ചെയ്യാത്തത്. പിന്നെ ക്യാപ്റ്റനായ ആര്യനും ഇത്തവണ നോമിനേഷനില്ല. നെവിന്റെയും ബിന്നിയുടെയും പേര് വന്നിട്ടില്ല. ഈ ആദില നൂറയൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടാണ്? അവർ ഭയങ്കര സേഫാണ്. ബിഗ് ബോസ് തുടക്കം കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞ് പൂച്ചയെ പോലെ പമ്മിയിരിക്കുന്നവർ ഇതിന്റെ ഇടയിലുണ്ട്, അങ്ങനെയുള്ളവരെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദില നൂറെന്ന് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവരെന്തിനാണ് ബിഗ് ബോസിൽ വന്നതെന്ന് തോന്നിപ്പോ. പിന്നെ അവരുടെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറോ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല. ആദില നൂറയൊക്കെ ആകെ ചെയ്യുന്നത് അനുമോള് പറയുന്ന കുറെ വിഷമങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശൈത്യം കഴിഞ്ഞിട്ട് പിന്നീട് പോയിരിക്കുന്നത്, എവിടെയെങ്കിലും കൂട്ടത്തിൽ പോയിരുന്ന് കഥ കേൾക്കാനിരിക്കുന്നതല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. ഇനി അവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അനുമോള് കുളിയെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കിച്ചൺ ടീമിൽ ഇല്ലാത്ത ജിസേല് കുക്ക് ചെയ്യുന്നു. ജിസേൽ ആയതുകൊണ്ടും ഇപ്പുറത്ത് അനുമോൾ ആയതുകൊണ്ടും അതൊരു പ്രശ്നമായിട്ട് മാറി. അനുമോളിന്റെ ഭാഗത്താണ്
പറയുന്നതാണ് ന്യായം എന്ന് പറയുന്നുണ്ട്. കിച്ചൺ ടീം തീരുമാനിച്ചതാണ് കിച്ചൺ ടീമിൽ ഇല്ലാത്തവരാരും കുക്ക് ചെയ്യണ്ടെന്നുള്ളത്. പക്ഷേ ഫുഡിന്റെ കാര്യം ആയതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജിസേലിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ പാവാടകളായതുകൊണ്ടാണ് ജിസേൽ കുക്ക് ചെയ്യാൻ നേരത്ത് കിച്ചൺ ക്യാപ്റ്റനായ അപ്പാനിയും ഹൗസ് ക്യാപ്റ്റനായ ആര്യനും ഒക്കെ ജിസേലിനോട് കുക്ക് ചെയ്യാൻ സമ്മതിച്ചെന്നാണ് അനുവിന്റെ പരാതി. അവർ ഇന്നലെ പറഞ്ഞ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അനു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഫുഡിന്റെ കാര്യമായതുകൊണ്ട് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരുപക്ഷം പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ ടീം ക്യാപ്റ്റനും ഹൗസ് ക്യാപ്റ്റനും ചേർന്നിട്ടാണ് അത് സമ്മതിച്ചത്. അവരുടെ ഒരു അലിഖിത നിയമപ്രകാരം പുറത്തു നിന്നുള്ളവർക്ക് ഇവിടെ കുക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അനുവിന്റെ ഭാഗത്ത് ന്യായം നോക്കിയാൽ അങ്ങനെ ഉണ്ട്. അപ്പൊ അനു പറഞ്ഞത് ശരിയാണ്. മറ്റൊരു കാര്യം കണക്ട് ചെയ്ത് പറയാം. ഇന്ന് രാവിലെ റെന ശബ്ദം ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു അനീഷ് ആയിരുന്നെങ്കിൽ എല്ലാവരും ചേർന്ന് അയാളുടെ മുതുകത്ത് കയറിയെന്ന് പറഞ്ഞു. റെന ആയതുകൊണ്ടാണ് ആരും ഒന്നും പറയാഞ്ഞെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു കാര്യം പറയാം. ഇവിടെ ഇപ്പൊ ജിസൈൽ ആയതുകൊണ്ടാണ് അനുവിന് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അനുവിന് ഇഷ്ടപ്പെടുന്ന വേറൊരാളായിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു കാര്യം ശരിക്കും അങ്ങനെ അങ്ങ് സോൾവ് ആവേണ്ട കാര്യമാണ്. പക്ഷെ ഇത് അവിടുന്ന് അങ്ങ് കത്തിക്കേറി പിന്നീട് ഇത് അപ്പാനിയും അനുവും തമ്മിലുള്ള വഴക്കായി. അതിൻ്റെ ഇടയ്ക്ക് അനുമോൾ അപ്പാനിയെ പൊട്ട ക്യാപ്റ്റനാണെന്ന് പറയുന്നത്. ആരാണ് പൊട്ടനെന്ന് ചോദിച്ചുകൊണ്ട് അപ്പാനി ഭയങ്കരമായിട്ട് ചാർജ് ചെയ്ത് വരികയൊക്കെ ചെയ്തു. അപ്പാനിയുടെ ആ ഒരു ചാർജ് ചെയ്ത് വരുന്ന ആ ഒരു സംഭവം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഇത് അങ്ങനത്തെ ഒരു ഗെയിം അല്ലല്ലോ. ആൾക്കാരെ തല്ലാൻ പറ്റുന്ന ഗെയിമാണോ? പറഞ്ഞു തന്നെ നിൽക്കണമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കത്തിക്കേറി വന്നപ്പോൾ ഇവിടുന്ന് ഒരു പെണ്ണ് പോയത് താൻ കാരണമാണെന്നുള്ള രീതിയിൽ അപ്പാനിയോട് പറഞ്ഞു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരാൻ കാരണം അനുവിന്റെ ഉള്ളിലുള്ള യഥാർത്ഥ ആ ഒരു വൈബാണ്. അത് ഏത് വൈബാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഏതായാലും അനുമോളൊക്കെ ആ ഒരു സദാചാര പരിപാടി അല്ലെങ്കിൽ ആ ഒരു കുലസ്ത്രീ പരിപാടി അതെല്ലാം ഈ 2025 വിടാതെ മുറുക്ക പിടിച്ചേക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാവും. അനുമോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അനുമോൾക്ക് കട്ട സപ്പോർട്ടായിരിക്കും പുറത്ത്. കാരണം ഈ സദാചാര പരിപാടിയും ഇതുപോലത്തെ കുലസ്ത്രീ പരിപാടിയൊക്കെ ഒരുപാട് വിറ്റുപോകുന്ന ഒരു സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഈ അടുത്ത ദിവസം കൊണ്ട് PR ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ കയറ്റി ഈ ഒരു സാധനം മാക്സിമം ഹൈപ്പിലേക്ക് എത്തിച്ച് മുമ്പോട്ടുള്ള യാത്ര സുഖമാക്കി തരും. ഒരാൾ പോയ സ്ഥിതിക്ക് അയാളുടെ കാര്യം വീണ്ടും അകത്തേക്കിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ അനുമോളുടെ ഒരു രീതി, അനുമോൾ പറഞ്ഞത് വെച്ച് അനുമോളുടെ ഒരു രീതിയൊക്കെ വെച്ച് സ്ട്രൈറ്റ് ഫോർവേഡ് ആണല്ലോ. അങ്ങനെയുള്ള ഒരാളായതുകൊണ്ടാണ് അനുമോൾ മറ്റുള്ളവർ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കുകയും അപ്പാനുശരത്തിനോട് സോറി പറയുകയും അപ്പാനുശരത്തിന്റെ കാല് വരെ പിടിക്കാനുള്ള ഒരു സാധനം കാണിച്ചു. നമ്മൾ ശരിയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് സോറി പറയേണ്ട ആവശ്യം വരും? അപ്പോൾ അനുമോൾക്ക് നല്ല ബോധ്യമുണ്ട് പറഞ്ഞത് ഭയങ്കര തെറ്റാണ്. അതുകൊണ്ട് തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത്, അനുമോൾ വരെ സമ്മതിച്ചു ആ പറഞ്ഞത് റോങ് ആണെന്നുള്ളത്. അതുകൊണ്ടാണ് പോയി സോറി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അനുമോളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ മനസ്സിലാക്കുക, അപ്പാനുശരത്തിന്റെ കാര്യം അനുമോൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ്ട, അത് റോങ് ആണെന്ന് അനുമോൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, അപ്പാനിയുടെ ഈ ഒരു കാര്യത്തിൽ അതിവിദഗ്ധന്റെ പോലെ സംസാരിക്കുന്ന ഒരാൾ കൂടെ ആ ഹൗസിലുണ്ട്, ഷാനവാസ്. ഭയങ്കര ഡേഞ്ചർ ആൾക്കാരാണ് ഇതുപോലുള്ളവർ. ഇപ്പൊ അനുമോളുടെ ആ ഒരു ചിന്താഗതി ആവട്ടെ, ഷാനവാസിന്റെ ആ ഒരു ചിന്താഗതി ആവട്ടെ, അവരുടെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. അത് ഭയങ്കര റോങ് ആണ്. പണ്ട് നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ലായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വക ചിന്താഗതി ഒന്നും വെച്ച് പൊറപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഇവരുടെയൊക്കെ മനസ്സിൽ അത്രയ്ക്ക് ആഴത്തിൽ വേര് പതിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു സദാചാര പരിപാടി. ഷാനവാസ് ആദ്യമേ തന്നെ ജിസൈലിന്റെ ഡ്രസ്സിനെ പറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയ ആളാണ്. ഇപ്പൊ അപ്പാനിയുടെ അടുത്ത് ഇതേ സാധനം തന്നെ പറയുന്നുണ്ട്, ഇവിടെ ഇത്രയും ക്യാമറകളുണ്ട്, ഈ സാധനമൊക്കെ പുറത്തേക്ക് പോയാൽ അങ്ങനത്തെ ഒരു സാധനമായിരിക്കും, പ്രശ്നമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ബിഗ് ബോസിൽ കണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്ന സാധനങ്ങൾ വേണമെന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഷാനവാസ് ആ ഒരു സാധനം പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഇവിടെ ഈ ബിഗ് ബോസ് ഷോയിൽ കെട്ടിപ്പിടിച്ചാലും ആണും പെണ്ണും കുറച്ചു നേരം ഒരുമിച്ചിരുന്നാലും ഒക്കെ അത് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ബിഗ് ബോസ് ടീമും ഉണ്ട്. പുറത്ത് അതിനെപ്പറ്റി പഠിപ്പിക്കാനും സദാചാരം സംസാരിക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്തായാലും അതിന് നല്ല മാർക്കറ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യൂട്യൂബിൽ അപ്പാനുശരത്തിന്റെ ഫാമിലിയെ പറ്റിയൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് എത്രയോ വീഡിയോസാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഈ സദാചാര പരിപാടിയാണല്ലോ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തത്. ആളുകളുടെ വ്യൂസ് കൂടിയത് അതാണല്ലോ. ഒരു ഫാമിലിയുടെ അകത്തേക്ക് കയറി കളിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ടോപ്പിക്കിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയല്ല, മറിച്ച് ഇത് എങ്ങനെയൊക്കെ വ്യൂസ് ആക്കി മാറ്റാവോ അതാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പോലും ഇത് സംസാരിക്കുമ്പോൾ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അനുവും ഷാനവാസും ഒക്കെ സദാചാരത്തിന്റെ അകമ്പടിയോടുകൂടി ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഷാനവാസും അപ്പാനിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ജിസൈലിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഐറ്റംസ് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെവിൻ്റെ അടുത്തും അക്ബറിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഓരോ സാധനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും ഓരോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരു കാര്യം കൂടിയുണ്ട്, ഷാനവാസ് ഇതെല്ലാം പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഷാനവാസിനും അവിടെ പറ്റിയ ഗ്രൂപ്പുണ്ട്. നേരത്തെ അപ്പാനിയുടെയും അക്ബറിൻ്റെയും കൂടെ തുടങ്ങിയെങ്കിലും പിന്നീട് ട്രാക്ക് മാറ്റി ഇപ്പോൾ ഒനീലിൻ്റെയും അഭിലാഷിൻ്റെയും കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ടീമല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ അനുവും ഒക്കെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷേ ശൈത്യം ഉണ്ടാവും, ആദില നൂറ ഉണ്ടാവും. പക്ഷെ ഇവരൊന്നും ടീമല്ല. ഏതായാലും ഇവർക്ക് ആർക്കും ഒരു ഗ്രൂപ്പും ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഒരു വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായി പിന്നീട് കാണാം. താങ്ക്